സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുക എന്തൊക്കെയാണ് ഇന്നത്തെ ലോഞ്ച് നടക്കുന്നത്. ലാലേട്ടൻ്റെ അപ്പിയറൻസ് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ആരൊക്കെ ഉണ്ടാവും കണ്ടസ്റ്റൻസ്. നമ്മൾ പ്രഡിക്ഷൻസ് ഒക്കെ ഇട്ടു, പക്ഷേ ആരൊക്കെ ഉണ്ടാവും കണ്ടസ്റ്റൻസ് എന്നതൊക്കെ നമുക്ക് ഫൈനലി നമ്മൾ ആ സ്റ്റേജിലല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം എന്താ വിചാരിക്കുന്നത്? ഈ സീസൺ ഞാനും എക്സൈറ്റഡ് ആണ്. ബട്ട് അറിയില്ല, ഇപ്പോഴത്തെ പ്രഡിക്ഷൻ ലിസ്റ്റ് പ്രകാരം ഉള്ളവർ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, എല്ലാവർക്കും കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം ഫൈറ്റ് ഒക്കെ ഉണ്ടാവാനാണ് സാധ്യത. കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത്രയ്ക്ക് കണക്റ്റഡ് ആവാൻ പറ്റിയ കണ്ടസ്റ്റൻസ് ആരും ഇല്ലായിരുന്നു. ബേസിക്കലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ. പക്ഷേ അതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ അതിന് മുന്നത്തെ സീസൺ ആദ്യത്തെ സീസൺ മുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സാബുമോന് പേളിമാണി അവർ രണ്ടുപേരുമായിട്ട് കണക്റ്റഡ് ആവുന്നൊരു സീസണായിരുന്നു ആദ്യത്തെ സീസൺ. പിന്നീടുള്ള സീസണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ, ഞാൻ റിപ്പീറ്റ് അടിച്ച് പല വീഡിയോസും ചെറിയ ചെറിയ വീഡിയോസും ഷോർട്സും കാണുന്ന ഒരു സീസൺ എന്ന് പറഞ്ഞാൽ മണിക്കൂട്ടൻ്റെ സീസൺ. അതിനകത്തുള്ള കോമഡി, അവർ തമ്മിലുള്ള കോമ്പിനേഷൻസ്, കോമഡികളെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആ സീസൺ മാത്രമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേഴ്സണലി ഞാൻ എപ്പോഴും റിപ്പീറ്റ് അടിച്ച് കാണാൻ, വല്ലപ്പോഴും സീസൺ ഈ ബിഗ് ബോസ് ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും റിപ്പീറ്റ് അടിച്ച് കാണുന്ന ഷോർട്സുകൾ കാണുന്നത് ആ സീസണിനകത്തെയാണ്. പിന്നീട് അഖിൽമാരാറുടെ സീസൺ വന്നപ്പോഴും അതും കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പക്ഷേ എൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് എത്ര പാർഷ്യാലിറ്റി ഇല്ലാതെ കാണണമെന്ന് അങ്ങനെ ചിന്തിക്കണമെന്ന് വിചാരിച്ചാലും ഇടയ്ക്ക് ചില സമയത്ത് ചില കണ്ടസ്റ്റന്റുമായിട്ട് അങ്ങ് ഹുക്കായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ സൈഡായി പോകും. അത് എനിക്കൊരു ബാധ്യതയാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ഇതായിരുന്നു, ഒട്ടും പാർഷ്യാലിറ്റി ഇല്ലായിരുന്നു, ആരുമായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റാത്ത കാരണം ഭയങ്കര ജെന്യുവൻ ആയിരുന്നു എല്ലാവരും. അതൊരു ബിഗ് ബോസ് ഗെയിമിന്റെ ഒരു ഫോർമാറ്റ് ആണെന്ന് തോന്നുന്നു. അത് അങ്ങനെയാണ്. ഇതൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണല്ലോ. നമുക്കൊരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയായാലും ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റുമായിട്ട് ഹുക്കാവും. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എൻ്റെ ഇഷ്ടപ്പെട്ട സീസൺ എന്ന് പറയുന്നത് സീസൺ 1-ഉം സീസൺ 4-ഉമാണ്. സീസൺ 3 കൊള്ളായിരുന്നു. കണ്ടസ്റ്റൻസ് എല്ലാവരും നല്ല കഴിവുള്ളവരൊക്കെ തന്നെയായിരുന്നു. പക്ഷേ സീസൺ 3 എന്ന് പറഞ്ഞാൽ മണിക്കുട്ടൻ്റെ സീസൺ, അപ്പോൾ ആ സീസൺ നല്ലതായിരുന്നു. പക്ഷേ നമുക്കൊരു ഗെയിം എന്നുള്ള രീതിയിൽ, ഇപ്പം ബിഗ് ബോസ് ഒരു ഗെയിം എന്നുള്ള രീതിയിൽ ആ സീസൺ നമുക്ക് ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റില്ല. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലൂടെ എനിക്ക് കുറച്ചും കൂടെ എന്റർടൈൻമെന്റ് ഉള്ള സീസണാണ് കുറച്ചും കൂടെ ഇഷ്ടമുള്ളത്. അപ്പം ഫസ്റ്റ് സീസണിൽ നമുക്ക് 24/7 ഇല്ലാത്ത കാരണം, പക്ഷേ അവർ ചാനൽ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് അടി ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് കുറച്ചുകൂടി എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ നോബിയുടെ ഒക്കെ സീസൺ വന്നപ്പോഴും മണിക്കുട്ടൻ്റെ നോബിയുടെ സീസൺ വന്നപ്പോഴും ഇതേപോലെ എന്റർടൈൻമെന്റ് ഫാക്ടർ അതിനകത്ത് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് പിന്നെ ആ സമയത്ത് ചില സമയത്ത് ബോറായിരുന്നെങ്കിൽ പോലും പിന്നീട് ഒരു റിപ്പീറ്റ് വാല്യൂ ആയിട്ടുള്ളത് തോന്നിയത് എനിക്ക് അതായിരുന്നു. പിന്നെ സീസൺ 4 റോബിനുള്ള സീസൺ. അപ്പോൾ അതിനകത്തിലുള്ള എന്ന് വെച്ചാൽ അത് വഴക്കും അടിയിലേക്കും ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ സംഭവം വെച്ചാൽ അത് ഞാനും ഇവളും തമ്മിൽ തന്നെ വഴക്കൊക്കെ ആയിട്ട് പിണങ്ങിയൊക്കെ ഇരുന്നിട്ടുണ്ട്. അത്രയ്ക്ക് കണക്റ്റഡ് ആയി. ഞാൻ റോബിന്റെ സൈഡ്, ഇവള് ജാസ്മിന്റെ സൈഡ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ റോബിനും ജാസ്മിനും അവിടെ അടി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ അടി ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അത്രയും ഞാൻ കണക്റ്റഡ് ആയി പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ റിയാസ് ആയി. പിന്നെ ഞാൻ എന്നാ പറഞ്ഞാൽ ആ സീസൺ കണക്റ്റഡ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട് അതുമായിട്ട്, അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റുമായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അത് കുറയ്ക്കണമെന്ന് വിചാരിച്ചു. പിന്നെ അഖിൽമാരാറുടെ സീസൺ വന്നപ്പോഴും അതിനകത്തിലും എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ ഇപ്പം ഈവൻ എന്നാ പറയുന്നത്, ഇപ്പം വിഷ്ണുവിനെ, അഖിൽമാരാറിനെയും ശോഭേനെയും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇപ്പം ശോഭയുടെ സൈഡിൽ നിന്നോ അഖിൽമാരുടെ സൈഡിൽ നിന്നോ ഒരു തെറ്റായിട്ടുള്ള കാര്യം വരുമ്പോൾ നമ്മളത് എത്ര ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മളത് അത് തെറ്റാണ്, ശരിയായിട്ടുള്ള കാര്യം അല്ലാന്ന് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ടായിരുന്നു. അതെ, കഴിഞ്ഞ ഒരു സീസൺ ആയതോടുകൂടി നമ്മൾ കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട്, കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ഷോയെ കാണാൻ തുടങ്ങി. അപ്പോൾ നമ്മളൊരു കഴിഞ്ഞൊരു സീസണിൽ നമുക്ക് അങ്ങനെ പാർഷ്യാലിറ്റി, നമ്മൾ ആരാണ് ഗെയിം കളിക്കുന്നത് അവരുടെ ആ ഒരു ഇൻട്രസ്റ്റിംഗും അല്ലായിരുന്നു. ലാസ്റ്റ് സീസൺ ഒരു നമ്മളെ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻസോ അവരുടെ ഒരു ഗെയിമോ ഒന്നത് BB മേക്കേഴ്സിന്റെ സൈഡിൽ നിന്നും അതിനുള്ള ഒരു എഫേർട്ട് എടുത്തതായിട്ട് കണ്ടില്ല. അപ്പം അതും ഒരു റീസൺ ആവാം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പാർഷ്യാലിറ്റിയോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ടൊരു തിങ്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം നമ്മൾ ഓഡിയൻസ് ആയിട്ടല്ല കാണുന്നത്, നമ്മളൊരു റിവ്യൂവർ എന്നുള്ള രീതി കാണുമ്പോൾ നമുക്ക് ഒരിക്കലും പാർഷ്യാലിറ്റി കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു നമ്മുടെ എനിക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ കണക്ട് ആയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പാർഷ്യാലിറ്റി ഒക്കെ ആയിപ്പോ. പക്ഷേ ഇത്തവണ ഒട്ടും പാർഷ്യാലിറ്റി ഇല്ലാതെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, റിവ്യൂ മാത്രമല്ല നമ്മളുടെ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തവണ ശ്രമിക്കുന്നതാണ് അല്ലേ? അതെ, നമ്മളങ്ങനെ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് വീഡിയോസ് ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.